നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം മൂർച്ച പ്രാപിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ സർക്കാരിന് വലിയ രീതിയിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന പ്രതിപക്ഷ വാദം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈയിടയ്ക്ക് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ സംഘടിപ്പിച്ചായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ അതൊന്ന് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അതിന് പിന്നാലെയാണ് ശബരിമലയിൽ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയരുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന വാദങ്ങൾ കൂടി വിമർശനങ്ങൾ കൂടി ഒരു വശത്ത് ശക്തമാവുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കത്തിപ്പടരുമ്പോൾ ഏറെ ചർച്ചയാകുന്നത് തിരുവനന്തപുരം സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളാണ്. ശബരിമലയിലെ ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി നൽകിയ സ്പോൺസർ എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണന്റെ പേര് പുറത്തു വന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ലെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയതോടെയാണ് ദുരൂഹത ഏറിയത്. സംശയനിഴലിലായ ഉണ്ണികൃഷ്ണനെയും സഹായി വാസുദേവനെയും ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. മാത്രമല്ല, ഈ ആരോപണങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം നിഷേധിച്ചിരുന്നു. തനിക്ക് തന്നത് ചെമ്പ് പാളികളാണ്, ദേവസ്വ രേഖകളിലും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പ് സ്വർണം പൂശിയിരുന്നോ എന്ന് തനിക്ക് അറിയില്ല എന്നും സ്വർണ്ണപ്പാളി പ്രദർശന വസ്തു ആക്കിയിട്ടില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. തനിക്ക് തന്ന രേഖകളിൽ ചെമ്പെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഗസറിനകത്തും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തനിക്ക് തന്നിരിക്കുന്ന സാധനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ തനിക്ക് പറയാൻ സാധിക്കൂ. ഗോൾഡ് ഉണ്ടായിരുന്നു എന്ന് താൻ അറിയുന്നത് ഈ സമയത്താണ്. സ്വർണം നഷ്ടപ്പെട്ടതുകൊണ്ടോ കാലഹരണപ്പെട്ടതുകൊണ്ടോ ആയിരിക്കാം ദേവസ്വം സ്വർണം പൂശാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതൊക്കെ തനിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. തനിക്ക് തന്നിരിക്കുന്ന കത്തിനകത്ത് ചെമ്പെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യക്തിത്വമാണ്, കള്ളനാണ് പോറ്റി എന്ന ദേവസ്വം പറയുന്ന ചോദ്യത്തിന് ഓരോ വ്യക്തിക്കും ഒരാളെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളല്ലോ. അതങ്ങനെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി. സ്വർണ്ണപ്പാളി ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ജയറാം പരിപാടിയിൽ പങ്കെടുത്തു. പക്ഷെ പിന്നീട് ചീത്തയാകാതിരിക്കാൻ പലകയിൽ അടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അത് പ്രദർശന വസ്തു ആക്കിയിട്ടില്ല. പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കട്ടെ. ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാം, അതുകൊണ്ട് കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയോടൊപ്പം നിന്നൊരു ഫോട്ടോ കാണിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. പീഠം കാണാനില്ലെന്ന് പറഞ്ഞൊരു പരാതി താൻ നൽകിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെന്നൈയിൽ കൊണ്ടുപോകുന്നതിന് പകരം ശ്രീകോവിലിന്റെ വാതിൽ ബംഗളൂരിൽ എന്തിനായിരുന്നു കൊണ്ടുപോയത് എന്ന ചോദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഉയർന്നിരുന്നു. അതിനുള്ള മറുപടി പുതുതായി നിർമ്മിച്ച് സമർപ്പിച്ച ശേഷമാണ് ദേവന്റേതാകുന്നത്. ബംഗളൂരു ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഒരു ഇത് വെച്ചിരുന്നു. ശേഷം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടുന്ന് ഒരു പരിപാടിയായിട്ടാണ് കൊണ്ടുപോയത്. അന്നത് ചെയ്യുമ്പോൾ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അഭിഭാഷകനുമായി ബന്ധപ്പെടാമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി. മാധ്യമങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാകാതെയാണ് വാർത്ത നൽകുന്നത്. മാധ്യമങ്ങളിൽ പ്രതികരിച്ച് തെറ്റുകാരനാകേണ്ട എന്നാണ് അഭിഭാഷകന്റെ നിർദ്ദേശം. ഗോൾഡ് ക്ലാഡിംഗ് എന്നത് അതാത് സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതാണ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. എന്തായാലും ഉണ്ണികൃഷ്ണന്റെ സാമ്പത്തിക ഭൂമി ഇടപാടുകളും അന്വേഷണ പരിധിയിലാണ്. തലസ്ഥാനത്തടക്കം വലിയ തോതിൽ ഉണ്ണികൃഷ്ണൻ ഭൂമി വാങ്ങിക്കൂട്ടി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി ഭൂമി കൈവശപ്പെടുത്തിയത് സംബന്ധിച്ച് ഇന്റലിജൻസ് അന്വേഷണവും നടക്കുകയാണ്. 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് സൂചന. ഇയാൾ പ്രധാന രാഷ്ട്രീയ നേതാക്കളുമായി അടുപ്പമുണ്ടാക്കുകയും അവർക്കൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പവും പോലീസ് ആസ്ഥാനത്ത് ADGP ആദരിക്കുന്ന ചടങ്ങിൽ പോലീസ് ഉന്നതർക്കൊപ്പവും ഉണ്ണികൃഷ്ണൻ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം കിളിമാനൂരിന് സമീപം പുളിമാത്താണ്. പുളിമാത്ത് ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന പിതാവിനെ സഹായിച്ചാണ് ഉണ്ണികൃഷ്ണൻ ഈ രംഗത്തേക്ക് വന്നത്. തുടർന്ന് മറ്റു ക്ഷേത്രങ്ങളിലും കീഴ്ശാന്തിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ബംഗളൂരിലേക്ക് ഉണ്ണികൃഷ്ണൻ പോകുന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമായിരുന്നു. അവിടെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഏറെ നാൾ പൂജാരിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചത്. ശേഷമായിരുന്നു ശബരിമലയിലെ കീഴ്ശാന്തിയായി എത്തുന്നത്. ശബരിമലയിൽ എത്തിയതോടെ ഉണ്ണികൃഷ്ണന് ബംഗളൂരിലെ ഭക്തർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു. സമ്പന്നരായ ഭക്തർക്ക് ശബരിമലയിൽ ദർശനത്തിനും മറ്റുമുള്ള സൗകര്യം ചെയ്തു കൊടുത്തതോടെ അവരുടെ വിശ്വസ്തനായി മാറി. ക്രമേണ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല ഭക്തരുടെയും വഴിപാടുകളും സമർപ്പണങ്ങളും മറ്റും ഉണ്ണികൃഷ്ണൻ വഴിയായി. ഉണ്ണികൃഷ്ണൻ പെട്ടെന്ന് സമ്പന്നനായെന്ന് നാട്ടുകാർ പറയുന്നത്. ആദ്യ ഭാര്യയുടെ മരണത്തെ തുടർന്ന് വീണ്ടും വിവാഹിതനായി. കുടുംബം ബംഗളൂരിലാണ് ഉള്ളത്.
അതേസമയം സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ച ഉണ്ടായതായി സമ്മതിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. 1999 മുതൽ 21 വരെയുള്ള എല്ലാ കാര്യത്തിലും സമഗ്രമായ അന്വേഷണം വേണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ദേവസ്വം ബോർഡിന് ധാരണയില്ലെന്നും ശബരിമലയിലെ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്ററുകൾ കൃത്യമെന്നും പ്രശാന്ത് പറഞ്ഞു. അതേസമയം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ബാംഗ്ലൂരിലേക്കാണ്. സ്വർണ്ണപ്പാളി ശ്രീറാംപുര ക്ഷേത്രത്തിൽ എത്തിച്ചതായാണ് വിജിലൻസിന് കിട്ടിയ വിവരം. യഥാർത്ഥ സ്വർണ്ണപ്പാളി മാറ്റി മറ്റൊരു പാളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവന്നതെന്ന് വിജിലൻസ് അന്വേഷിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബംഗളൂരുള്ള സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് വ്യക്തമാക്കി. ശ്രീറാംപുര ക്ഷേത്രത്തിന് പോറ്റിയുമായി ബന്ധമുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് 2019 സ്വർണം പൂശാൻ ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പ് പാളി എന്നായിരുന്നു കണ്ടെത്തൽ. മഹസറിൽ സ്പോൺസറായി ഒപ്പിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 1999 വിജയ് മല്യ സ്വർണം പൂശിയ പാളി എങ്ങനെ ചെമ്പായി മാറി എന്നതിലാണ് നിലവിൽ ദുരൂഹത. 2019 ഓഗസ്റ്റ് 29 ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിക്കുന്നത്. ഒരു മാസം ഇവ അനധികൃതമായി ഇയാൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. സ്വർണം പൂശുന്നതിന് മുൻപ് 38,258 ഗ്രാം ചെമ്പ് പാളികളാണ് നേരിൽ കണ്ടതെന്ന് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ തയ്യാറാക്കിയ മഹസറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയത് 38 കിലോ ചെമ്പുപാളിയിൽ എന്ന വിശദീകരണവുമായി സ്മാർട്ട് ക്രിയേഷൻസിനായി ഹൈക്കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ KB പ്രദീപ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. 2019 സ്വർണം പൂശാൻ കൊണ്ടുവന്നത് 42 കിലോഗ്രാം ചെമ്പുപാളി. ഇത് ആസിഡ് വാഷ് അടക്കം ചെയ്ത് വൃത്തിയാക്കിയെടുക്കുമ്പോൾ തൂക്കം 38 കിലോയാവുകയും അതിന്മേൽ സ്വർണം പൂശുകയുമായിരിക്കും. ഭാരം കുറയാനുള്ള കാരണം ഇതാണ്. മെഴുക് അകത്തു വെച്ചാണ് ചെമ്പുപാളിയുടെ നിർമ്മാണം. 397 ഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിച്ചത് എന്നതടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.